ചെലവില് ഞങ്ങൾക്കെതിരായിട്ട് അങ്ങ് കാച്ചാം. അതാണ് നിങ്ങളുടെ ഒരു സ്വഭാവം. അത് നിങ്ങളുടെ നല്ല സ്വഭാവം തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കളവുകൾ ഭംഗിയായി സൃഷ്ടിച്ച് ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുക എന്ന ചുമതല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളുടെതാണ്. ആ ചുമതല അവർ നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യമാണ്. അതിന് മറ്റൊന്നും നിങ്ങൾക്കും ആഗ്രഹമില്ല. നിങ്ങളുടെ താല്പര്യം എന്താ? CPIM-നെതിരായിട്ടൊന്ന് തട്ടിക്കളയാം, ഒന്ന് തട്ടാൻ ഞങ്ങളെ. അങ്ങനെ വേണ്ടി പൂർത്തീകരിക്കട്ടെ. നിങ്ങളെന്തിനാ തോക്കിന്റെ ഉള്ളിൽ നല്ലതാണ് ചോദ്യം ഇടക്കിടക്ക് ചോദിക്കണം. ഞാൻ പറയുമ്പോൾ തന്നെ ചോദിക്കണം, ഞാൻ നന്ദി രേഖപ്പെടുത്തുക. പക്ഷേ വസ്തുതകളുടെ പിൻബലണ്ടാവണം, ശരിയായിരിക്കണം. അത് നിങ്ങൾക്ക് നിർബന്ധ ബുദ്ധിയില്ല. അതാണ് പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏത് വിഷയത്തെയും അതിന്റെ ഗൗരവബുദ്ധിയോടുകൂടി അത് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് എല്ലാം നിങ്ങളോട് ചർച്ച ചെയ്യണം. അത് നിങ്ങൾ ചിന്തിക്കും വേണ്ട. LDF-ന്റെ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു അങ്ങോടൊപ്പം മത്സരിക്കുന്നത് സുനിൽകുമാർ തന്നെ പറയുന്നത് ഈ പൂരം കലക്കിയ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയണം. അപ്പോൾ ആ സമയത്താണ് ഈ കൂടിക്കാഴ്ച. അപ്പോൾ 16 മാസമായി എന്ന് പറഞ്ഞാൽ ഇത് കുറിക്കാൻ കഴിയോ? അത് ഗൗരവത്തോട് പരിശോധിക്കപ്പെടണ്ടേ? ചോദ്യം തെറ്റിപ്പോയി. ഇങ്ങനത്തെ എന്താ വെച്ചാൽ ആ സമയത്ത് എന്താ ഇത് അതനുസരിച്ച് പൂരം ഇഷ്ടപ്പെട്ട പ്രശ്നം ഇക്കൊല്ല ആളെ കണ്ടത് കഴിഞ്ഞല്ല. നിങ്ങൾ ഇങ്ങനെ ചോദിച്ചത് അല്ലല്ല, ഇതെങ്ങനെ വീണെടുത്ത് ഉരുണ്ടരുത്. പത്രക്കാരൻ നല്ല ആൾക്കാരെ നിങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ വീണേറ്റിട്ടില്ല, വീണ്ടും ഉരുണ്ടേക്കരുത് കേട്ടോ. RSS നേതാവിനെ കണ്ടതിൽ പാർട്ടിയുടെ നിലപാടുണ്ട്. അത് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരാളെ കണ്ടാൽ അത് ഞങ്ങൾ നിയോഗിച്ച് കണ്ട ആളല്ലല്ലോ. ഇല്ല, അയാള് ADGP ഇത്രയും കാലം മുമ്പ് കണ്ടു നിങ്ങൾ പറയുന്നുണ്ട്, കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഗവൺമെന്റ് പരിശോധിക്കട്ടെ എന്ന്. ഗവൺമെന്റ് അത് പരിശോധിച്ചോളും. അതിൽ നിങ്ങൾ വിഷമിക്കണ്ട. എല്ലാ ഗവൺമെന്റ് പരിശോധിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഗവൺമെന്റ് പരിശോധിക്കുന്നു പറഞ്ഞാൽ ഗവൺമെന്റിലെ പാർട്ടി സഖാക്കളിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഞങ്ങളുടെ പാർട്ടിയില്ലേ, പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? നിങ്ങളുടെ പരിപാടി എന്താ അറിയാം? നിങ്ങളുടെ പരിപാടി ഇങ്ങനെ കലക്കലാണ്. അതിന് നിങ്ങൾ ഞങ്ങൾ കൂട്ടാക്കരുത്. പിണറായി വിജയൻ CPM-ന്റെ പോളിംഗ് ബ്യൂറോ മെമ്പർ അല്ല എന്നറിയാത്തവരാണോ കേരളത്തിലെ പത്രപ്രവർത്തകർ? നിങ്ങൾ അത് വ്യക്താക്കുക. ഞാൻ പറയാം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സഖാവ് പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ മെമ്പറാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം നല്ല നിലയിലാണ് പാർട്ടി സെക്രട്ടറി ആയത്. അദ്ദേഹം നല്ല നിലയിലാണ് ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വിഷയങ്ങളെ വളരെ കൃത്യതയോടുകൂടി പരിശോധിച്ച് ആവശ്യവും യുക്തവുമായ നടപടികളെടുക്കാനുള്ള പ്രാപ്തി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പോഴും ക്രമസമാധാന ചുമതല തുടരുകയാണ്. അതൊക്കെ അല്ല. നിങ്ങൾ രാവിലെ ഒരു കാര്യം കൊണ്ട് പറഞ്ഞു, വൈകുന്നേരം ആയപ്പോഴേക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉള്ള കാര്യം. അങ്ങനെ ഒരു സംഭവം ആർക്കും സംഭവിക്കാൻ പറ്റും. ഞാൻ ഒരു കാര്യം വൈകുന്നേരം നിങ്ങൾ 16 മാസം പുതു പറഞ്ഞോ? ഒറ്റ ചോദ്യം, ADGP ഇങ്ങനെ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുന്നത് ശരിയാണോ? ഇത് അമ്മേനെ തല്ലിയത് ശരിയാണോ എന്ന് ചോദിക്കുന്ന പോലെ പരിഹരിച്ചിരിക്കരുത്. പറയാൻ പറ്റുന്നില്ല പാർട്ടിക്ക്, അതാണ് പ്രശ്നം. ഞങ്ങള് ചോദിച്ച ചോദ്യത്തിനൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു. ഗവൺമെന്റിന്റെ മുന്നിൽ ഈ പ്രശ്നം വന്നാൽ യുക്തമായ തീരുമാനങ്ങളും നടപടിക്രമങ്ങളും എടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് കഴിയും. കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായാലും ഭരണപരമായാലും ഏതെങ്കിലും തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്ന ആളല്ല കേരളത്തിലെ മുഖ്യമന്ത്രി. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. കേരളത്തിലെ മുതിർന്ന MP BJP-യിൽ ചേരാൻ ചർച്ച നടത്തിയെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട വാർത്ത. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് MP BJP-യിൽ ചേരാനായി ചർച്ച നടത്തി. എന്താണ് അങ്ങയുടെ? അത് അത്ഭുതകരമായൊരു കാര്യമില്ല. കേരളത്തിലെ BJP-ക്ക് എത്ര കോൺഗ്രസ് തൃശ്ശൂർ പൂരത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ? ആ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? പൂരം കലക്കണേന്റെ പിന്നെ പത്മജ BJP ചേർന്നില്ലേ? പൂരം കലക്കിയ കേസല്ലേ ഇവർക്കുള്ളൂ. പത്മജ അപ്പൊ BJP ചേർന്നില്ലേ? തെരഞ്ഞെടുപ്പ് തൊട്ടുമ്പല്ലേ? കരുണാകരന്റെ തൃശ്ശൂരിലെ വീട്ടില് RSS കയറിയില്ലേ? അദ്ദേഹം ജീവിച്ചിരുന്നപ്പോ ഏറ്റവും വലിയ മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിച്ച ആളല്ലേ? അപ്പോ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് മുന്നിൽ വരുന്ന ഏത് പ്രശ്നത്തിലും പരിശോധിക്കും, കൃത്യതയുള്ള നിലപാടുകൾ സ്വീകരിക്കും. ഏതെങ്കിലും തരം വർഗീയ ശക്തികളൊന്നും ഞങ്ങൾ കൂട്ടുകൂടില്ല. അത് ഞങ്ങളുടെ ചരിത്രത്തിലുമില്ല. പിന്നിപ്പോൾ നിങ്ങളുടേതായ താല്പര്യങ്ങൾ പ്രതിപക്ഷം ചെയ്യും. അതിൽ തെറ്റില്ല. അത് നിങ്ങളുടെ ജോലിയാണ്. അത് നിങ്ങൾ തുടരുക.